ചേട്ടോ, ഗുണശീലൻ ചേട്ടോ. ആരിത്? വാർഡ് മെമ്പർ പുഷ്കരൻ പുത്തമ്പല്ലിയല്ലേ? കയറിയിരുന്നാട്ടെ, ഞാൻ കാണാനിരിക്കുമായിരുന്നു. ആ, പതിവ് പോലെ പരാതിയായിരിക്കും. ഓ, ഞാൻ സ്ഥിരം പരാതിക്കാരനാണ് എന്നൊരു ധ്വനി അതിലുണ്ടല്ലോ. ചേട്ടനെ പോലെ ചിലർ ചൂണ്ടിക്കാണിക്കാനുള്ളത് കൊണ്ടാ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നത്. ഞാനിപ്പം വന്നത് തന്നെ പഴയ ഒരു പരാതിയുടെ കാര്യം പറയാനാ. പഞ്ചായത്തിൽ നിന്ന് കത്ത് വരും. ഈ വാർഡിലെ മെമ്പർ എന്ന നിലയ്ക്ക് ചേട്ടനെ നേരിട്ട് അറിയിക്കണമല്ലോ. ഏതാ വിഷയം? നമ്മുടെ കുരുവിവിള പഞ്ചായത്ത് ആഫീസ് മുക്ക് റോഡ്. റോഡോ? എന്താ മെമ്പറെ, റോഡ് എന്ന വാക്കിന് പോലും നാണക്കേടാ അത്. എന്റെ ചേട്ടാ, അതവിടെ നിക്കട്ടെ. റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് കാരണം പണിയിലെ ക്രമക്കേടാണ്, നഷ്ടപരിഹാരം കോൺട്രാക്ടറിൽ നിന്ന് ഈടാക്കണം എന്ന് ചേട്ടനയച്ച പരാതിയില്ലേ? അത് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നു. എന്നിട്ട് ചേട്ടനോ നാട്ടുകാരോ പറയുന്ന പോലെ ഒരു ക്രമക്കേടും നടന്നിട്ടില്ലെന്നേ. ഓ, പിന്നെ റോഡ് സ്വയം തകർന്നതായിരിക്കും. ഇത് കേക്ക്. ആ വഴിക്ക് എത്ര സ്കൂളുണ്ട്? 3. അതിലൊന്ന് നഴ്സറി സ്കൂള് ആണേ. അതൊരു പ്രശ്നം. അതെന്തൊരു പറച്ചിലാ മെമ്പറെ? സമിതിയുടെ പഠനത്തിൽ വെളിപ്പെട്ടതാ. എന്തോ വെളിപാടാ? ഈ കുഞ്ഞുങ്ങൾ നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഉണ്ടെങ്കിൽ കാലമർത്തി ചവിട്ടിയാ നടപ്പ്. പോരാത്തതിന് കാലിൽ ഷൂസും. റോഡ് പൊളിയാനുള്ള കാരണം 1. അപ്പോ ടാറിങ്ങിന്റെ കനം അത്രയ്ക്കുണ്ട്. ചേട്ടൻ കളിയാക്കണ്ട. വിദഗ്ധ സമിതി കണ്ടെത്തിയതാ. അപാര വൈദഗ്ധ്യം. വലിയ പിള്ളേരാണെങ്കിൽ സൈക്കിളിലാ യാത്ര. ടാറളകാൻ ധാരാളം. പിന്നല്ലാതെ. കൂടാതെ ആ വഴിക്ക് ചായക്കട 4 ചായക്കട വന്നാൽ റോഡ് തകരുമോ? സംശയമുണ്ടോ? ചായക്കടയിലെ വെള്ളം മുഴുവൻ റോഡിലോട്ടല്ലേ ഒഴുക്കുന്നത്. ഓ, അല്ലാതെ ഓടയിലോട്ട് ഒഴുക്കുന്ന വെള്ളം അതിനകത്ത് മാലിന്യം അടിഞ്ഞത് കാരണം റോഡിലോട്ട് ഒഴുകുന്നതല്ല. ചേട്ടാ, പ്രശ്നം റോഡല്ലേ, ഓടയല്ലല്ലോ. ഓ, എന്തൊരു ആത്മാർത്ഥത. അങ്ങനെ റോഡിലോട്ട് ഒഴുകുന്ന ചൂടുവെള്ളവും മറ്റും ടാറിങ് ഇളകാൻ കാരണമാകും. എൻ്റെ അമ്മോ. പിന്നെ നാട്ടിലുള്ള സകല പട്ടികളുടെയും കിടപ്പ് റോഡിലാ. ടാറിളകും. അതെ അതെ. കൂടാതെ വഴിയേ പോകുന്ന നാൽക്കാലികൾ സകലതും 1ഉം 2ഉം സാധിക്കുന്നത് റോഡിലല്ലയോ മെമ്പറെ? കറക്റ്റ്. ചേട്ടാ, അപ്പൊ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കണ്ട? കാള വാല് പൊക്കുന്നത് എന്തിനാണെന്ന് പറയാൻ വലിയ വൈദഗ്ധ്യം വേണ്ട പുഷ്കരാ. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഈ സ്കൂളുകളും ചായക്കടകളും മാറ്റുന്നത് പ്രായോഗികമാണോ? അല്ല. അതെല്ലാം മാറ്റാതെ ടാറ് ചെയ്ത ബലം കാണുമോ? ചുരുക്കത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യുന്ന നാട്ടുകാരുടെ ഈ ഗതികേട് മാറില്ല എന്നർത്ഥം. നാട്ടുകാര് കഷ്ടപ്പെടുന്നത് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതാണല്ലോ കൂടെ വിദേശയാത്ര നടത്തുന്നത്. ഓ, ഈ ചേട്ടന്റെ കാര്യം. ഞങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും. എങ്ങനെ? കുരുവിവിള മുതൽ പഞ്ചായത്ത് ആഫീസ് മുക്ക് വരെ 8 കിലോമീറ്റർ നീളത്തിൽ അതിവേഗ കീപാത അഥവാ കിടുപ്പാത നിർമ്മിക്കും. അതിന് കുരുവിവിള മുതൽ പഞ്ചായത്ത് ആഫീസ് മുക്ക് വരെ കഷ്ടിച്ച് 1 കിലോമീറ്റർ പോലും ഇല്ലല്ലോ ചേട്ടാ. കുരുവിവിള നിന്ന് കിടുങ്ങംകുന്ന്, ഉള്ളിട്ട, കുളങ്ങരക്കുഴി പാടശേഖരങ്ങൾ വഴി 4 വരി അതിവേഗ പാത. ബെസ്റ്റ്. കുന്നിടിച്ചും ലാഭകരമായി കൃഷി നടക്കുന്ന വയല് നികത്തിയും. ഈ വികസനം എന്ന് പറയുന്നതിന്റെ ഭാഗമാണ് ഇടിച്ചു നിരപ്പാക്കൽ. ഉള്ള റോഡ് നേരെ ചൊവ്വേ ഇട്ടാൽ പോരെ? അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടല്ലേ മുമ്പേ പറഞ്ഞത്. ചേട്ടന് വാഴക്കൃഷിയില്ലേ? അതിന് ഇപ്പൊ കൊല വിൽക്കാൻ പഞ്ചായത്ത് ആഫീസിനടുത്തുള്ള ചന്ത വരെ പോകാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. റോഡ് നന്നാക്കിയാൽ അത് മാറും. അതിന്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പുതിയ കീപാത വന്നാലല്ലേ? വന്നിരിക്കും. അത് വന്നാൽ ചേട്ടൻ രാവിലെ കുലയുമായി ഇറങ്ങുന്നു, പെട്ടിയാട്ടോയിൽ കയറുന്നു, കിടുപ്പാതയിലൂടെ ചന്തയിൽ പോകുന്നു, കൊല വിൽക്കുന്നു, പഞ്ചായത്ത് ഓഫീസിൽ പോയി കരമടയ്ക്കുന്നു, തിരിച്ചു വരുന്നു. യാത്ര തുടങ്ങുമ്പോൾ തുമ്മാനായിട്ട് ഹ എന്ന് പറഞ്ഞാൽ ചീ എന്ന് തുമ്മൽ മുഴുവിപ്പിക്കും മുമ്പ് തിരിച്ചെത്തി. ഭയങ്കരം. കണ്ണടച്ച് തുറക്കുന്നതിനിടെ കാര്യം നടന്നിരിക്കുമെന്നർത്ഥം. അത് പകുതി ശരിയായാ മതിയേ. പകുതിയോ? അതെ, കണ്ണടയ്ക്കുക മാത്രം മതി. പിന്നെ തുറന്ന് ഇതൊക്കെ കാണാൻ ഇടവരുത്തരുത് എന്നൊരു പ്രാർത്ഥന മാത്രം എന്റെ പുഷ്കര വിലോചന. പിന്നണിയിൽ രാജ്മോഹൻ കൂവളശ്ശേരി, ബിജു കല്ലുവാതുക്കൽ, രചന എസ് നാരായണൻ നമ്പൂതിരി.